സന്തോഷത്തോടുകൂടെ പൈതങ്ങൾ ആഗ്രഹിച്ചതുപോലെ മറ്റൊരു വഴിക്ക് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ ഒരു വെളിച്ചമാക്കി ഞാൻ ധൈര്യമായിട്ട് നല്ല വഴിക്ക് കേട്ടോ. വാ പൈതങ്ങളെ കണ്ടു ദൈവത്തിന് അല്ലേ, പ്രയാസത്തിനുണ്ട് അല്ലേ, ശരീരത്തിലും ഉണ്ട്, അതിനേക്കാളും മനസ്സിനകത്തുണ്ട് അല്ലേ. ഈശ്വരൻ അത് വായിച്ചറിയുമല്ലേ വേണ്ടതല്ലേ. നാളെയും നീളെയും മുന്നോട്ട് പോകുന്ന കാലത്ത് എന്റെ പ്രയാസത്തിലൊരു വൈദ്യനാഥനായിട്ട് എന്റെ ദൈവം കൂടെ ഉണ്ടാവണം എന്നൊരു പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അല്ലേ വൈദ്യങ്ങളെ. ഇന്നല്ലെങ്കിൽ നാളെ വൈദ്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ സത്യമായിട്ട് വന്ന് ഭവിക്കട്ടെ കേട്ടോ. വൈദ്യങ്ങളെ തപ്പനെ കണ്ടു സന്തോഷമായ സന്തോഷങ്ങളെന്നും ഈശ്വരന്റെ കടാക്ഷാണല്ലേ. സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന മാനുഷ ജീവിതത്തിൽ സുഖവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും അല്ലേ. എന്നാൽ ചില സമയങ്ങളിൽ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാവൂ അല്ലേ. അതുകൊണ്ട് ആ ദുഃഖത്തിനൊരു വെളിച്ചം ഞാൻ തന്നാ കേട്ടോ. നിങ്ങളെ തപ്പനെ കണ്ടിട്ടോ മതിയാകുന്നില്ല മുത്തപ്പന അല്ലേ. ഭക്തന്മാരുടെ മനസ്സിനകത്ത് ഭദ്രദീപം ശോഭിച്ചതുപോലെയാണ് ദൈവത്തിന് സ്ഥാനം ഉണ്ടാവുക അല്ലേ. ഒരു കാര്യമുണ്ടല്ലോ പഠിക്കട്ടെ അല്ലേ. കുറച്ച് കാലമായി പറഞ്ഞൊരു കാര്യമുണ്ട് ആരൂഢത്തിൽ അല്ലേ. അങ്ങനെ പറയുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, എന്താണ് പറഞ്ഞതെന്ന ചിന്തയാ മനസ്സിനകത്തുണ്ടാവുക അല്ലേ. അതുകൊണ്ട് എല്ലാ കാലത്തും ഒന്ന് വിളിക്കുമ്പോൾ ഞാൻ കൂറ്റി കാട്ടിയാൽ പോരെ, അതല്ലേ വേണ്ടത്. ഒട്ടോടത്ത് ഞാൻ എത്തിച്ചു തരാം കേട്ടോ. തപ്പനെ കണ്ടുവാ പഠിക്കുന്നല്ലേ, ഒന്നാമരത്തണ്ടേ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാകും നമ്മളിൽ അല്ലേ. ഞാൻ വലിയ ആളാവണം, എൻ്റെ സന്താനത്തെ കൊണ്ട് എനിക്ക് സന്തോഷപതിയാവണം എന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും. നിന്നോട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ഇല്ലേ. അതുകൊണ്ട് ഭാഗ്യങ്ങളും അനുഭവങ്ങളൊക്കെ തന്നാൽ അവരെയൊക്കെ മറന്നു പോവുക കേട്ടോ. ഒരു ചുവട് കൊണ്ട് കൊട്ട് മറു ചുവട് കൊണ്ട് വിടേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ വിട്ടിട്ട് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാകുന്ന ഉൾക്കൊണ്ടിട്ട് സന്തോഷമായിട്ട് കാണേണ്ട ഭാഗ്യം ഞാൻ തന്നാൽ പോലെ വലിയ ആളാവട്ടെ കേട്ടോ. അതല്ലേ വേണ്ടതല്ലേ. എൻ്റെ മക്കള് നമ്മളെക്കാൾ ഭംഗി നമ്മളെക്കാൾ വലിപ്പത്തിലെത്തണം, നമ്മൾ പോയ വഴിയിലൂടെ അവര് മക്കളെ യാത്ര എന്നേ പ്രാർത്ഥനയും അല്ലേ. അതുകൊണ്ട് പൈതങ്ങൾ ആഗ്രഹിച്ച വഴി കത്തിച്ചു എന്നാൽ എന്നിങ്ങനെ കാണുമ്പോൾ അന്നേ കണ്ടതല്ലേ, അന്നേ പ്രാർത്ഥിച്ചതാണ് ദൈവത്തിന് വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. തപ്പനെ കണ്ടുവാ അമ്മയുടെ മനസ്സിലെ സത്യം പോലെ സത്യസ്വരൂപനായിരിക്കുന്ന മഹാദേവനെ ചേർത്ത് പിടിച്ച് കണ്ടു അല്ലേ. പഠനമൊക്കെ പൂർത്തിയായ പഠിക്കുന്നുണ്ട് അല്ലേ. ഒന്നാമതെത്തണം, വലിയ ആളാവണം അല്ലേ. അതുകൊണ്ട് അതിൻ്റെതായിരിക്കുന്ന മുള്ളും വെള്ളിയും മറത്ത് കളഞ്ഞ് നിന്റെ യാത്രയിൽ തടസ്സമില്ലാതെ കണ്ട് ദീർഘമായിരിക്കുന്ന അനുഭവത്തിനകത്ത് തമ്പുരാൻ എത്തിച്ചു തന്നാ പോരെ. വാ തപ്പനെ കണ്ടുവാ സന്തോഷമായ കണ്ടിട്ട് കരിമ്പ് കടിച്ച് മുതക്കെത്തിയതുപോലെ ആയി ദൈവത്തിനെ കണ്ടിട്ടല്ലേ. എന്ന് വേണം എല്ലാ പ്രയാസത്തിനും ഒരു നീക്കുപോക്ക് വരണം അല്ലേ. എന്റെ കാര്യത്തിലൊരു ഞാൻ എൻ്റെതായിരിക്കുന്ന കാര്യത്തിൽ ദൈവേ എൻ്റെ കുടുംബത്തിലൊരു താകായിട്ട് എന്നേക്കാൾ കഴിയുന്ന വിധം ദൈവകടാക്ഷം വേണം നീ ആഗ്രഹിച്ചു അല്ലേ. ആഗ്രഹിച്ച വഴിക്ക് ഞാൻ എത്തിച്ചു വന്നാൽ എന്നെ മറന്നു പോവാ. അറക്കാരെ കണ്ട് നന്മയോടുകൂടാ ഐശ്വര്യത്തോടുകൂടാ ദൈവത്തിനെ കാണേണ്ട ഭാഗ്യം നിനക്ക് ഞാൻ തന്നാ പോരെ. നിങ്ങളെ തപ്പനെ കണ്ടു അല്ലേ, കണ്ടിട്ട് മതിയാവുക മുത്തപ്പൻ അല്ലേ. എൻ്റെ പറശ്ശിനിക്കടവിൽ വന്നിട്ട് എന്നും കാണുന്നതല്ലേ മുത്തപ്പൻ അല്ലേ. അതുകൊണ്ട് മനസ്സിലാണ് ദൈവത്തിന്റെ സ്ഥാനം ഉണ്ടാവുക അല്ലേ. കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും മനസ്സാണ് അറിയെന്ന് പറയുന്നത് അല്ലേ. ആ മനസ്സിനകത്ത് ചിന്ത ചെയ്തിരിക്കുന്ന വഴികളിൽ തമ്പുരാൻ കാണിച്ചു തന്നാ പോരെ. ധൈര്യമായിട്ട് പോയി കേട്ടോ. ഈ മുത്തപ്പനെ കൊണ്ടുവാ പ്രാർത്ഥിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, സകല ഐശ്വര്യങ്ങളും മുത്തപ്പൻ തരണം അല്ലേ. അതുകൊണ്ട് നാളെ വലിയ ആളായിട്ട് കാണേണ്ട ഭാഗ്യം തന്നാ പോരെ. വിശേഷാൽ ദൈവത്തിനെ കണ്ടുല്ലേ. അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളും എല്ലാ കാര്യത്തിലും സർവേശ്വരൻ ചേർത്ത് പിടിക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളൊക്കെയും സന്തോഷമായിട്ട് കാണേണ്ട ഒരു ഭാഗ്യം തമ്പുരാൻ കണ്ടുവെക്കണം അല്ലേ. ഉള്ളിലുള്ള വേദനകൾ ഞാൻ വായിച്ചറിഞ്ഞിട്ട് എൻ്റെ തറവാട്ടിലുള്ള എൻ്റെ സന്താനങ്ങൾക്ക് നല്ല ബുദ്ധി ഞാൻ കൊടുത്താൽ പോലെ ധൈര്യമായിട്ട് കേട്ടോ. വൈദ്യങ്ങളെ തപ്പനെ കണ്ടു അല്ലേ. മാതൃക്ഷീരം അനുഭവിക്കുന്ന സന്താനത്തിന്റെ സുഖം പോലെ അല്ലേ. മാതൃക്ഷീരം അനുഭവിക്കുന്ന സന്താനത്തിന്റെ സുഖം എന്ന് പറഞ്ഞാല് അത് പറഞ്ഞാലല്ല മനസ്സിലാവുക അല്ലേ. അത് അനുഭവം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുക അല്ലേ വൈദ്യങ്ങളെ. അതുകൊണ്ട്
മക്കളെ നല്ലത് കാണുന്നല്ലേ പ്രാർത്ഥിച്ചല്ലേ. വൈദ്യങ്ങൾ അന്നും ഇന്നും എനിക്കിത്ര ധനം വേണം, എനിക്ക് എൻ്റെ അനുഭവങ്ങൾ വേണം എന്നല്ല, എൻ്റെ മക്കളുടെ നന്മ, എൻ്റെ പാരമ്പര്യത്തിൻ്റെ നന്മ എന്ന് മാത്രമേ ആഗ്രഹിച്ചു. എന്നവർക്കും അവർ നല്ല പഠിക്കെത്തിയിട്ടുണ്ട് അല്ലേ. എങ്കിലും നാളെ നിരക്കുന്ന അനുഭവത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാറുണ്ട്. വൈദ്യങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ അല്ലേ. അതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് സന്തോഷത്തോടുകൂടെ വൈദ്യങ്ങൾ ചിന്തിച്ച വഴിക്ക് ഞാൻ എത്തിച്ചു വന്നാൽ പോരെ, ധൈര്യമായിട്ട് പോകും കേട്ടോ. വൈദ്യങ്ങളെ തപ്പരെ കണ്ടു അല്ലേ. എല്ലാവരെയും ഒരുപോലെ കാണാനല്ലേ പഠിച്ചനല്ലേ. അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളും നമ്പുരാനെ കാണുന്ന കാലത്ത് എൻ്റെ പ്രയാസത്തിനൊരു നീക്കുപോക്ക് വേണം അല്ലേ. എൻ്റെ ആരൂഢത്തിൽ എൻ്റെ മാതാവും പിതാവും എങ്ങനെയാണോ ദൈവത്തിനെ കണ്ടി അങ്ങനെയുള്ളൊരു ബന്ധുവുണ്ടല്ലോ, അതാന്ന് പറയും അല്ലേ. ബന്ധങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് വൈരങ്ങൾ ചിന്തിച്ച വഴിക്ക് ഞാൻ എത്തിച്ചു വന്നാൽ പോരെ, അന്ധകാരത്തിലാക്കൂല കേട്ടോ. വൈരങ്ങളെ തപ്പറ കണ്ടു, സന്തോഷമായ കണ്ടിട്ട് സന്തോഷം തന്നെ. എന്നാലും കണ്ടിട്ട് മടക്കുമ്പോഴാണ് സങ്കടങ്ങൾ പിന്നെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല നമ്മുടെ കാര്യങ്ങൾ പോകും അല്ലേ. എങ്കിലും ആ ചിന്തിച്ച വഴിക്ക് മറ്റൊരു വഴിയിലൂടെ ഞാൻ എത്തിച്ചു വന്നാൽ പോലെ എന്നല്ലേക്കും നാളെ വൈദ്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ കണ്ണെന്ന് വരുന്ന കണ്ണുനീരൊരു മറുപടി ഞാൻ ഉണ്ടാക്കിത്തരാം. ധൈര്യമായിട്ട് പോയിക്കോ കേട്ടോ. ഇന്നത്തെ ദിവസം ഇന്ന് ഇങ്ങനെ കാണാനാണ് കഴിക്കുന്നത്, മുമ്പിൽ നിന്നല്ലേ കാണാൻ അല്ലേ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം തമ്പുരാനെ കാണുന്ന കാലത്ത് എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാര്യത്തിലും കർമ്മത്തിലും കർമ്മവഴിയിലും എൻ്റെ ദൈവം തന്നെ ചേർത്ത് പിടിക്കുമല്ലേ കൊണ്ടതല്ലേ. എൻ്റെ വിഷമങ്ങൾക്ക് നല്ലൊരു വഴിക്ക് നല്ലൊരു അനുഭവത്തിൽ തമ്പുരാൻ ചേർത്ത് പിടിച്ച് കാണേണ്ട ഭാഗ്യം മുത്തപ്പൻ കണ്ടുവെക്കാം കേട്ടോ. മുത്തപ്പനെ കണ്ടുവാ പഠിക്കുന്നില്ലേ, മുത്തപ്പാന്ന് വിളിച്ചാട്ടെ. അതുകൊണ്ട് ഈ ശബ്ദം എന്നും കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതുകൊണ്ട് പാലാരി കേട്ടും തൊട്ടും കേശാരി പാരമ്പര്യം ബന്ധാരങ്ങൾക്ക് പരിഭവം വരുന്ന പരിവിഷങ്ങൾ ഇല്ലാതെ കണ്ട് നന്മയോടുകൂടെ കാണാൻ ഭാഗ്യം ഞാൻ തന്നാൽ പോരെ. സന്തോഷത്തോടുകൂടെ ഇതിലും സന്തോഷത്തോടുകൂടി ഇതിലും വലിപ്പത്തിലുള്ള പത്തനംതിട്ട കീഴിൽ ഇവിടെ നിന്ന് കാണേണ്ട ഭാഗ്യം ഞാൻ കണ്ടു വെക്കാം കേട്ടോ. മുത്തപ്പനെ കണ്ടുവാ സന്തോഷമായ കണ്ടിട്ട് ഈ പുഞ്ചരിച്ചവും വാടാതെ കണ്ട് മുത്തപ്പ ചേർത്ത് പിടിക്കണം അല്ലേ. എൻ്റെ അനുഭവത്തിൽ എൻ്റെ കാര്യത്തിനും കർമ്മത്തിനും കർമ്മവഴിയിലും ഈശ്വര കടാക്ഷം തന്നാൽ പോരെ മുത്തപ്പൻ. പറഞ്ഞൊരു കാര്യമില്ലേ മുത്തപ്പനോട്, പഠിക്കുന്നില്ലേ നീ പഠിക്കുക കേട്ടോ. പഠിക്കേണ്ട സമയത്ത് പഠിച്ച് നന്മയോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ മുത്തപ്പനെ കാണേണ്ട ഭാഗ്യം മുത്തപ്പൻ ഉണ്ടാക്കിത്തരാം കേട്ടോ. വൈദ്യങ്ങളെ മുത്തപ്പനെ കണ്ടു അല്ലേ, സന്തോഷമായ കണ്ടു. എല്ലാ അനുഭവങ്ങളും എല്ലാ കാര്യത്തിലും കർമ്മത്തിലും കർമ്മവഴിയിലും ദൈവത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തില് ഒരു കാണേണ്ട ഒരു ഭാഗ്യം ഞാൻ തന്നാൽ പോരെ. ഇതിൻ്റെ പ്രയാസങ്ങൾ ഞാൻ മാറ്റി തന്നാൽ പോരെ. ഒരു കാര്യത്തിൽ എൻ്റെ പരിപാടി അല്ലേ, ഒരു പ്രയാസത്തോടുകൂടിയാണ് ഒന്ന് അത് ഇന്നല്ലെങ്കിൽ നാളെ പൈര്യങ്ങൾ ചിന്തിച്ച വഴിക്ക് നന്മയോടുകൂടി കാണേണ്ട ഭാഗ്യം ഞാൻ ഉണ്ടാക്കിത്തരാം കേട്ടോ. ഇന്നിങ്ങനെ കണ്ടു ദൈവത്തിനല്ലേ. മടയാ മടയാ രാത്രി വന്നിട്ട് കാണാൻ ദൈവത്തിനല്ലേ. ഒരു ഭോജനം പോയിട്ടെ അതൊക്കെ കരുതിയിട്ടൊക്കെ ഇട്ടാവും അല്ലേ. നോക്കടാ ഞാൻ അവിടെ ഉണ്ട്, അവിടെ നിന്ന് തരുവാ. ഞാൻ അങ്ങോട്ട് ചോദിക്കണ്ടല്ലോ അല്ലേ മടയാ. ഇങ്ങനെ കറക്റ്റ് കൊണ്ടുപോകണ്ടേ മടയുടെ കറക്റ്റ് ഇവിടെ നിന്ന് തരട്ടെ. അവിടെ നിന്ന് അത് തന്നെയാണ് പറഞ്ഞത് അല്ലേ. എങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ അല്ലേ കരം കൊണ്ടൊക്കെ അനുഭവം വേണം. ഇവിടെ നിന്ന് കാണുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് കാണുമ്പോൾ മാറ്റം ഉണ്ടാവില്ല അല്ലേ. ഇവിടെയാ ഒരു കരം കൊണ്ട് അത് മതി, ഉള്ളത് മതി. ഇവിടെയാ കൊണ്ട ഇതൊരു ഭാഗ്യമാണ് അല്ലേ. വൈദ്യങ്ങളെ എല്ലാ ദിവസവും കാണാൻ പറ്റൂല ദൈവത്തിന് അല്ലേ. എന്നാലും മനസ്സുകൊണ്ട് കാണാൻ പറ്റൂലേ എന്നും അല്ലേ. അതുകൊണ്ട് അരൂഢത്തിൽ നിന്നും കൽപ്പിച്ചിരിക്കുന്ന ബന്ധം പോലെ ഇന്നത്തെ ദിവസം ഒൻപേരവായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കരം കൊണ്ട് വാങ്ങണം അനുഭവിക്കണം എന്ന് ചിന്തിച്ചാല് അങ്ങനെ തന്നെ വാങ്ങാതിരിക്കാൻ എടുക്കാവില്ല. ഞാൻ വാങ്ങും അല്ല മീനങ്ങളെ. ഇത്തരം സന്തോഷത്തോടുകൂടെ ഇന്നത്തെ ദിവസം നമ്പുരാനെ കാണുന്ന കാലത്ത് സന്തോഷത്തോടുകൂടി കണ്ടു അല്ലേ. എന്നാലും പൂർണ്ണമായിരിക്കുന്ന അവസ്ഥയിലെത്തിയില്ല. എത്തിയോ? എത്തണ്ടേ? എത്തണം അല്ലേ.
എല്ലാ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ കരത്തിലാണ് എന്നാണ് മാനവന്മാർ ചിന്തിക്കുക അല്ലേ? എന്നാൽ അതിലും വലിപ്പത്തിൽ എത്തണമെന്നാണ് ഈശ്വരൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? എൻ്റെ മക്കളുടെ കാര്യത്തിൽ സന്തോഷത്തിലാവണം അല്ലേ? നമ്മൾ പോയ വഴി പോലെ ആകരുത് മക്കളുടെ വഴി അല്ലേ? നമ്മൾ എന്ത് പ്രയാസം വളർന്നാലും നമുക്ക് സഹിക്കാൻ പറ്റൂലേ? എന്ത് വലിയ മല കയറണം എന്ന് ചിന്തിച്ചാലും നമുക്ക് പറ്റും, എന്നാലും മക്കൾക്ക് പറ്റൂല അല്ലേ? കാരണം ദുർബലന്മാരാണ് മക്കൾ അല്ലേ? അതുകൊണ്ട് അവരുടെ ഉള്ളം കാക്ക് മുള്ളേറാസ് അങ്ങനെ വരുത്താറെ കണ്ടിട്ടില്ലേ? ഭാരത യുദ്ധത്തിന് അർജുനൻ പോകുമ്പോൾ ശ്രീകൃഷ്ണൻ തേരാളിയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാരത യുദ്ധം ജയിച്ചത് അല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു തേരാളിയായിട്ട് മക്കളുടെ കാര്യത്തിൽ ഞാനുണ്ടായാൽ പോരെ? അതുപോലെ അതല്ലേ കൊണ്ടു അല്ലേ? ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ഭയക്കാനില്ല അല്ലേ? അതുകൊണ്ട് എല്ലാത്തിനും എല്ലാ ദുഃഖങ്ങളും അതിജീവിച്ച് കാണേണ്ട ഭാഗ്യം വൈരങ്ങൾക്കും എൻ്റെ മക്കൾക്കും തന്നാൽ പോലെ ധൈര്യമായിട്ട് പോയി കേട്ടോ. ദൈവത്തിൻ്റെ നിവേദ്യം ഭക്ഷണമായി സ്വീകരിച്ച് നല്ലപടിക്ക് ഞാൻ എത്തിച്ചത് കേട്ടോ.